കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. അവർ രണ്ടുപേരും മാത്രമായതും തന്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞി കൈയിലേക്ക് അവന്റെ നോട്ടം പിന്നെയും പോയി. വലത് കൈയിലാണ് ക്യാനുല കിടക്കുന്നത്. അവളുടെ നീണ്ട വിരലുകളിൽ ഞരമ്പ് എഴുന്നു കിടക്കുന്നു. ഒന്നാമത് കാറ്റടിച്ചാൽ പറന്നു പോകുന്നതാണ് കോലം. ഇതിപ്പോ 2 ദിവസത്തെ ആശുപത്രിവാസം കൂടി ആയപ്പോൾ പൂർത്തിയായി. ഈ പോയ 2 ദിവസവും ട്രിപ്പല്ലാതെ ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാകുമോ എന്ന് ദൈവത്തിനറിയാം. അത്രയ്ക്കും പിന്നെയും മെല്ലിച്ചിരിക്കുന്നു. ആ കൈയിലെ പിടുത്തം വിടാതെ തന്നെ അവൻ മിഴികൾ ഉയർത്തി നോക്കിയതും ആദ്യം കണ്ണിൽപ്പെട്ടത് കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന കോളർ ബോൺസ് ആണ്. 2 ഭാഗത്തെയും കുഴി കണ്ടാൽ പണ്ട് അമ്മ പറയാറുള്ളത് പോലെ ഒരു തുടം എണ്ണയൊഴിക്കാൻ അവിടെ സ്ഥലമുണ്ട്. മുകളിലേക്ക് പോയ കണ്ണുകൾ, അവളുടെ വിളറി വെളുത്ത മുഖവും കുഴിഞ്ഞു താഴ്ന്ന കണ്ണുകളും വെള്ളം കിട്ടാതെ വിണ്ടുകീറിയ ചുണ്ടുകളും പാറിപ്പറക്കുന്ന മുടിയും എല്ലാം തെല്ലൊരു വേദനയോടെ നോക്കി മാറി. അവളുടെ മുഖത്തു നിന്നും കണ്ണു മാറ്റാതെ, തന്റെ കൈക്കുള്ളിൽ താങ്ങിയിരിക്കുന്ന അവളുടെ വിരലുകളെ മാറ്റാതെ ഏതനാ നോട്ടം നോക്കി നിന്നിട്ടും അവൾ അറിയാതെ പോലും അവന്റെ കണ്ണുകൾ ഉയർത്തിയില്ല. അവസാനം ഇനിയും താനെന്തെങ്കിലും മിണ്ടിയില്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് തോന്നിയപ്പോഴാണ് അവൻ ചോദിച്ചത്, കരഞ്ഞു കരഞ്ഞു പനി പിടിച്ചതാകും അല്ലേ? അവളുടെ താഴ്ന്നിരിക്കുന്ന മിഴികളിലെ ചലനം നിമി നേരം കൊണ്ട് ദ്രുത താളത്തിലായി. തന്റെ കയ്യിലിരിക്കുന്ന വിരലുകൾ മെല്ലെ വിറയ്ക്കാൻ തുടങ്ങിയതും അവൾ അത് പിന്നിലേക്ക് വലിക്കുന്നുവെന്ന് കണ്ടതും അതുവരെ താങ്ങായി നിർത്തിയ കൈകൊണ്ട് അവൻ അവളുടെ കുഞ്ഞി വിരലിൽ പിടിമുറുക്കി. അപ്പോൾ ഞാൻ ഊഹിച്ച പോലെ തന്നെ കരഞ്ഞ് പനി പിടിപ്പിച്ച് ഇരന്നു വാങ്ങിയതാണ് ഈ ഹോസ്പിറ്റൽ വാസം. കുറച്ചു മുന്നേ ചോദിച്ച മയം പോലും ഇല്ലാതെ അവന്റെ ശബ്ദം വല്ലാതെ മുറുകി. അത് മുന്നിൽ നിന്നവൾക്ക് മനസ്സിലായതും അവൾ ദയനീയതയോടെ കണ്ണിമകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. എന്ത് പ്രശ്നം വന്നാലും കരയരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? അവൾക്കടുത്തേക്ക് അല്പം കൂടി നീങ്ങി അത്രയും ദേഷ്യത്തോടെയാണ് അവൻ ചോദിച്ചത്. ഓൾറെഡി അവന്റെ ശബ്ദം മാറിയതിൽ വിഷമിച്ചിരുന്ന പെണ്ണിന് അവന്റെ ദേഷ്യം കൂടി കണ്ടതും കണ്ണ് നിറയാൻ തുടങ്ങി. നിർത്തിക്കോ അമലു, ഇനി നീ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞാൽ എങ്ങനെയാവും ഞാൻ പ്രതികരിക്കുക എന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോഴേക്കും അവന്റെ ശബ്ദം പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരുന്നു. കരഞ്ഞാൽ നിനക്ക് പനി പിടിക്കുമെന്നും പനി പിടിച്ചാൽ വിമ്മിഷ്ടമാകുമെന്നൊന്നും അറിയാത്ത കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ നീ. വയസ്സ് 10-18 ആയില്ലേ? എന്നിട്ടും ആലോചിച്ചും കണ്ടും ഓരോന്ന് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ? അവൻ ആ കുഞ്ഞു വിരലയച്ച് കൈ നിലത്തേക്ക് വിട്ടു. അത്രയും നേരം താങ്ങിയിടം പെട്ടെന്ന് നഷ്ടമായതും അത് ഒരല്പം ഊക്കോടെയാണ് താഴേക്ക് വന്നത്. ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നിനക്കങ്ങ് മറഞ്ഞു നിന്നാൽ പോരെ, ബാക്കിയുള്ളവർ വേണ്ടേ? ദേഷ്യപ്പെട്ടവളെ നോക്കിക്കൊണ്ടവൻ മുറിയിലേക്ക് കയറിപ്പോയി. എന്താ അമ്പലു, എന്തു പറ്റി? നീ നീ എന്തിനാ കരയുന്നത്? സാറ് നിന്നെ വഴക്ക് പറഞ്ഞോ കൊച്ചേ? അതുവരെ അശോകനെ കഴിപ്പിക്കുന്നതിലും ടീച്ചറിനോട് കാര്യം പറയുന്നതിലും ശ്രദ്ധിച്ചു നിന്ന പിള്ളേര് ഏതെന്റെ വെട്ടിത്തിരിഞ്ഞുള്ള പാഞ്ഞുപോക്ക് ശ്രദ്ധിച്ച് ഓടി വന്നവൾ കരികിൽ നിന്നുകൊണ്ട് ചോദിച്ചു, സാറ് പിണങ്ങി. പിണങ്ങിയോ? എന്തിന്? അതിനു മുന്നേ നീ പോയി മുഖം കഴിക്കേ, അല്ലാതെ നിന്റെ ഈ കരഞ്ഞ മുഖം ഇവിടെ ആരെങ്കിലും കണ്ടാൽ ഇനി അതിയായി. രമു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നവളുടെ മുഖം കഴിയിച്ചു. ഇനി പറയ്, ആകെ 1 മിനിറ്റ് പോലും തികച്ചു സംസാരിക്കാത്ത നിങ്ങൾ രണ്ടുപേരും എന്ത് സംസാരിച്ചാണ് പിണങ്ങിയത്? ആസിഫ് കയ്യിലെ കർച്ചീഫ് കൊണ്ട് അവളുടെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഇത്രയും കുറഞ്ഞ നേരം കൊണ്ട് അവന് ഇത്രയും ദേഷ്യം വരാൻ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു ആ നേരം 3 പേരിലും. അച്ഛൻ പറഞ്ഞിട്ട് സാറിനറിയാം എനിക്ക് കരഞ്ഞാൽ പനി വരുമെന്ന്, പനി കൂടിയാൽ വിമ്മിഷ്ടമാകുമെന്നും അറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരയാൻ നിൽക്കരുതെന്ന്, കരഞ്ഞ് അസുഖം വന്ന് അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന്. ഇത്തവണ അവർക്കും കാര്യം ഏതാണ്ടൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. സാർ ഈ പറഞ്ഞ കാര്യം ഞങ്ങൾ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടാമ്പല്ലോ. ഓരോന്നൊക്കെ വരുമ്പോൾ നീ ഇരുന്ന് കരയും, അത് കഴിയുമ്പോൾ നിനക്കുണ്ടാവുന്ന സങ്കടം കണ്ട് ഞങ്ങൾക്കറിയും. ഇതല്ലയോ കാലങ്ങളായിട്ട് സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ സാറ് 2 പറഞ്ഞെങ്കിൽ ഒരു കുറ്റവുമില്ല, നേര് പറയാമല്ലോ. നിന്നെ കാണുമ്പോൾ ഇതിന്റെ 10 ഇരട്ടി പറയണമെന്ന് കരുതിയാണ് ഞാൻ. പക്ഷെ നിന്റെ മുഖത്ത് നോക്കിയാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സാറ് നിന്നോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ 3 കൂടി പറഞ്ഞതാണെന്ന് മോൾ അങ്ങ് കരുതിയാൽ മതി. അല്ല പിന്നെ. രമ്യ അതുവരെ ഇല്ലാതിരുന്നൊരു വാശിയോടെ അവളെ നോക്കി ദേഷ്യപ്പെട്ടു. അത് കണ്ടതും പെണ്ണിന്റെ മുഖം പിന്നെയും വാടാൻ തുടങ്ങി. മതി രമു,
ഒന്നാമത് സാറിന്റെ കാര്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുക അവൾ. ഇനി നീ കൂടി തുടങ്ങല്ലേ. ഇല്ലടാ, ഞാനൊന്നും പറയുന്നില്ല. തൽക്കാലം അതാണ് നല്ലത്. അവളോട് പറഞ്ഞുകൊണ്ട് ആസി ആമ്പലിന്റെ നേരെ തിരിഞ്ഞു. സാറ് പറയുന്ന കേട്ടിട്ട് സങ്കടമൊന്നും വേണ്ട മോളെ. അല്ലെങ്കിൽ തന്നെ ഇന്ന് രാവിലെ മുതൽ സാറിന്റെ മൂഡ് ആകെ ശരിയല്ല. അതിന്റെ ഒപ്പം നീയും എവിടെയെന്നറിയില്ല. അങ്ങനെ ആകെ ഭ്രാന്തി പിടിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നിന്നെ കാണാഞ്ഞിട്ട് എല്ലാവരും വിഷമിച്ചു പോയിരുന്നു കുഞ്ഞെ. എന്തിന്? ഈ പറയുന്ന സാറ് പോലും. അതുകൊണ്ട് തൽക്കാലം നീ ഈ കരച്ചിലൊക്കെ നിർത്തിയിട്ട് സാറിനെ ഒന്ന് പോയി കാണ്. എന്നിട്ട് ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞാൽ മതി. സാറിന് നിന്നെ മനസ്സിലാകും മോളെ. ചെല്ലടി. സമാധാനത്തിൽ ആസി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവളെ ഏതനെ കാണാൻ പറഞ്ഞു വിട്ടു. പേടിച്ചിട്ടാണെങ്കിലും മറ്റുള്ളവർ കൂടി പറഞ്ഞതും അവൾ ഏതന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് കണ്ണിന് മുകളിൽ കൈവച്ച് കട്ടിലിൽ കിടക്കുന്നവനെയാണ്. അവന്റെ ആ കിടപ്പ് കണ്ട് വിളിക്കണോ വേണ്ടായോ എന്ന് ചിന്തിച്ച് അവസാനം അവൾ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. സർ, സർ, ഹരൺ സർ. ഇനിയും ആ വിളികൾ കേൾക്കാതിരിക്കാൻ കഴിയില്ല എന്ന് തോന്നി അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. എന്താ അമലു? അത് ഞാനിനി കരയില്ല. അവന്റെ നോട്ടം കണ്ട് വിറച്ചവൾ പെട്ടെന്ന് കയറി പറഞ്ഞത് അങ്ങനെയാണ്. എന്താ എന്താ പറഞ്ഞേ? അതുവരെ ദേഷ്യം പിടിച്ചിരുന്നവന്റെ ചുണ്ടുകൾ വിരിയാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഞാൻ കരയില്ലെന്ന്. ബെസ്റ്റ്. അത് പറയുമ്പോൾ പോലും നിന്റെ ആ ഉണ്ടക്കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് അമലു. എങ്ങനെ കുഞ്ഞെ നിന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നത്? കട്ടിലിൽ നിന്നും എഴുന്നേറ്റവൻ അവന് മുന്നിലേക്ക് വന്നു നിന്ന് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിപ്പോ കരഞ്ഞതല്ല, മുന്നേ കരഞ്ഞതിന്റെ ബാക്കിയാ. അവന്റെ ചിരിക്കുന്ന 2 കണ്ണും കണ്ട് മുഖം കൂർപ്പിച്ചവൾ പുറം കയ്യാലെ തന്റെ കണ്ണുകൾ തുടച്ചു. എന്റെ അമലു, നിന്നെ ഞാൻ എന്ത് ചെയ്യും കുഞ്ഞെ? വിരിയാൻ തുടങ്ങിയ പുഞ്ചിരിയെ കീഴ്ചുണ്ടിൽ കടിച്ചു പിടിച്ചു നിർത്തിയവൻ വായ പൊത്തി അവളെ മനസ്സിൽ കണ്ട് പറഞ്ഞുപോയി. എന്നോട് പിണക്കം മാറിയോ? അതുവരെ ചോദിക്കാൻ മനസ്സിൽ തിക്കുമുട്ടി നിന്ന ചോദ്യം അവൾ ചോദിച്ചു. എന്റെ പിണക്കം മാറണമെങ്കിൽ അമലു ഇങ്ങനെ എല്ലാത്തിനും കരയുന്നത് നിർത്തണം. പറ്റുമോ? 2 കൈകളും പിണച്ചു കെട്ടി അവിടെ കിടന്ന മേശയിൽ ചാരി നിന്നവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ? പെണ്ണു പരുങ്ങി. ചോദിച്ചാൽ കരയില്ല, അവൾ മെല്ലെ പറഞ്ഞു. ശരിക്കും? അവൻ ചിരിയോടെ അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു. അത് പിന്നെ കരയില്ല, ഇടയ്ക്കിടെ കരയുള്ളൂ. അവന്റെ സാമീപ്യം നൽകുന്ന വെപ്രാളത്തിൽ അവൾ ധൃതിയിൽ കയറി പറഞ്ഞു. ഇപ്പൊ കറക്റ്റായി. നീ എങ്ങാണം കരയില്ലെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ശരിക്കും കരുതിയനെ ഈ മുന്നിൽ നിൽക്കുന്നത് എന്റെ അമലു അല്ലാന്ന്. അവൻ പിന്നെയും ഉറക്കെ ചിരിച്ചതും പെണ്ണിന് മനസ്സിലായി ഈ പറയുന്നതൊക്കെ അവളെ കളിയാക്കിക്കൊണ്ടാന്ന്. എന്നെ കളിയാക്കുവാണോ? ആ ചുണ്ടുകൾ പിന്നെയും കൂർത്തു. ഇത്രയും വലുതായ നീ ഈ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ പോലുള്ള പരിപാടികളൊക്കെ കാണിച്ചാൽ പിന്നെ എങ്ങനാ ഞാൻ കളിയാക്കാതിരിക്കുക എന്റെ കുഞ്ഞേ? അവൻ അറിയാതെ പിന്നെയും ചിരിച്ചുപോയി. മതി ചിരിച്ച്. പിന്നെ ഇടയ്ക്ക് കരയുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, വലുതാ. അവൾ അവനെ നോക്കാതെ പിണങ്ങി. ഉവ്വ, ഈ കാണിക്കുന്നതൊക്കെ കണ്ടാൽ പറയുകയും ചെയ്യും. കുറുമ്പ് കാട്ടിയുള്ള ഈ നിൽപ്പ് കണ്ടവനെ പിന്നെയും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അതും കൂടി കാണെ അവളുടെ മുഖം കയറി കുട്ടിക്കല മാതിരി വീർത്തു. ആ നേരത്താണ് മൂവർ സംഘം അകത്തേക്ക് ചെല്ലുന്നത്. നോക്കുമ്പോൾ ഒരുത്തി പിണങ്ങി നിൽക്കുന്നു. ഇപ്പുറം നിൽക്കുന്ന സർ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി നിൽക്കുന്നു. എന്താ സർ, ഇവളെന്തിനാ പിണങ്ങി നിൽക്കുന്നത്? ആസി ഏതന്റെ അടുക്കലേക്ക് ചെന്നു. അത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാരി ഒരു തമാശ പറഞ്ഞു, ഞാൻ അറിയാതെ അതിന് ചിരിച്ചുപോയി. അതാണ് പുതിയ പ്രശ്നം. സാറിന്റെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് അവർക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. എന്ത് തമാശയാ സർ? അത് വേറൊന്നുമല്ല, നിങ്ങളുടെ കൂട്ടുകാരി ഇനി ഒന്നിനും കരയില്ലെന്ന്. എന്താ, കരയില്ലെന്നോ? അത് ഇവളോ? ചോദിക്കുന്നതിനൊപ്പം തന്നെ ആസി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അതുപോലെ ബാക്കി 2 പേരും. എല്ലാവരുടെയും കൂടി കൂട്ടച്ചിരി കേട്ടുകൊണ്ടാണ് ടീച്ചർ അവിടേക്ക് വരുന്നത്. കുറച്ചു മുന്നേ വരെ ആകെ സങ്കടപ്പെട്ടിരുന്നവരുടെ എല്ലാം മുഖം ഒരുപോലെ സന്തോഷത്തോടെ ചിരിക്കുന്ന കണ്ടതും ടീച്ചറിന്റെ മനസ്സ് നിറഞ്ഞു. അവരിൽ നിന്ന് കാര്യം കേട്ടതും അറിയാതെയാണെങ്കിലും ടീച്ചറും ചിരിച്ചുപോയി. അതെ, ആരും എന്റെ കുഞ്ഞിനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ കുട്ടി ശരിക്കും ധൈര്യശാലിയാണ്. ടീച്ചർ ആമ്പലിന്റെ ഒപ്പം ചേർന്ന് അവരെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി.
അങ്ങനെ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് ആ വീട്ടിൽ നിന്നും ആമ്പലിനെ യാത്രയാക്കിയത്. അവിടെ നിന്നും അശോകൻ മകളെയും കൂട്ടി വീട്ടിലെത്തിയതും ഒന്നും രണ്ടും പറഞ്ഞ് മഞ്ജു പിന്നെയും അവരോട് വഴക്കിനായി തുനിഞ്ഞിറങ്ങി. പക്ഷെ ഇത്തവണ അവരുടെ ഒരു ന്യായവാദങ്ങളും കേൾക്കാനോ പറയാനോ സമ്മതിക്കാതെ അശോകൻ മകളെ കഴിപ്പിച്ച് നേരത്തെ കിടത്തി അയാളും കിടന്നു. ഇത്രയും ദിവസം താൻ പറയുന്ന എല്ലാം കേട്ട് കണ്ണം നിറച്ചു നിന്നിരുന്ന അച്ഛന്റെയും മകളുടെയും പെട്ടെന്നുള്ള ഭാവമാറ്റം കുറച്ചൊന്നുമല്ല മഞ്ജുവിനെ അസ്വസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആമ്പലിനെ തന്റെ പിടിയിൽ പിടിച്ചു നിർത്തണമെന്ന് അന്ന് രാത്രി ഉറങ്ങുമ്പോൾ പോലും അവർ ഒരിക്കൽ കൂടി തീർച്ചപ്പെടുത്തി. ഏട്ടാ, ഏതൻ ഒരുപാട് സന്തോഷത്തോടെയാണ് വസുവിനെ വിളിച്ചത്. അവൻ ഇവിടെ നിന്നും പോയതിനു ശേഷം എന്നും വൈകുന്നേരം ഒരു 5 മിനിറ്റെങ്കിലും ഏതനും വസുവും തമ്മിൽ സംസാരമുണ്ട്. ആഹാ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? നിന്റെ അമലുവിനെ കണ്ടു കിട്ടിയോ? കിട്ടി. കിട്ടിയ കാര്യം ഞാൻ അപ്പൊ തന്നെ ഏട്ടന് ടെക്സ്റ്റ് ചെയ്തിരുന്നല്ലോ. ചെയ്തിരുന്നു, എന്നാലും എനിക്ക് ചോദിക്കാലോ. വസു ഫോൺ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു. ഏട്ടൻ ചോദിച്ചോളൂ. ഇന്ന് എന്റെ ഏട്ടൻ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി തരും. അത്രയും സന്തോഷത്തോടെ അവൻ കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് പുഞ്ചിരിച്ചു. ആഹാ, ഇതാ ഇപ്പൊ നന്നായത്. കഴിഞ്ഞ 2 ദിവസം എന്തൊക്കെ ചോദിച്ചിട്ടും ഒരു വാക്കുപോലും മറുപടി തരാത്തവനാണ് ഇന്നിപ്പോൾ എന്തും ചോദിച്ചോന്ന് പറഞ്ഞിപ്പോ കിടക്കുന്നത്. കൊള്ളാം മോനെ, കൊള്ളാം. വസു മനോഹരമായ ഒരു ചിരിയോടെ മുന്നിൽ കാണുന്ന സ്ക്രീനിലുള്ളവനെ നോക്കി. അത് പിന്നെ ഏട്ടൻ അറിയാമായിരുന്നല്ലോ. അവളെ കാണാതായപ്പോൾ ഞാൻ ഭയങ്കരമായി പേടിച്ചു പോയിന്ന്. ഇത് പിന്നെ അവളെ വലിയ കുഴപ്പമില്ലാതെ മുന്നിൽ കണ്ടതിന് ശേഷമുള്ള മനസമാധാനമാണ്. അതാ ഇപ്പൊ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ആശ്വാസത്തോടെ പറയുന്നവന്റെ കണ്ണുകളിൽ നിന്നും വസു നോട്ടം മാറ്റിയില്ല. ഏട്ടാ വേണ്ട. വസു എന്തോ പറയാൻ വരുന്നു കണ്ട് ഏതൻ ആദ്യമേ അതിനെ വിളിക്കി. അല്ലെങ്കിൽ ഞാൻ ഇനി അതിനെപ്പറ്റി പറയില്ല യദു. എന്ന് നീ നിന്റെ ഫീലിങ്സ് സ്വയം തിരിച്ചറിഞ്ഞ് എന്നോട് വന്ന് പറയുന്നു, അന്നേ ഇനി ഇതിന്റെ കാര്യം നമ്മൾ പരസ്പരം സംസാരിക്കും. വസു ഉറപ്പോടെ പറഞ്ഞതും ഏതൻ അവനെ ഒരിക്കൽ കൂടി നോക്കി. എന്നിട്ട് എന്തോ പറയാൻ വേണ്ടി തുടങ്ങി. എന്റെ പൊന്നേട്ടാ, ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ച ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമ്പോൾ അവൾക്കൊപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കരുതി അതിനെ പെട്ടെന്ന് പ്രേമമാകുന്ന നിങ്ങൾ കുറെ സാക്ഷരരെ ഞാൻ എന്താ വേണ്ടേ? നിങ്ങളെപ്പോലെ കുറെ സദാചാര പോലീസ് ഉള്ളതുകൊണ്ടാ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് മനസമാധാനമായിട്ട് സൗഹൃദം പോലും കൊണ്ടു നടക്കാൻ പറ്റാത്തത്. അതിലെന്റെ ഏട്ടൻ കൂടി പെട്ടതാ എനിക്ക് ഇത്രയും അത്ഭുതം. പറയുമ്പോ അവൻ കണ്ണൊന്നും മിഴിച്ചു. ഇവിടെ തന്നെ ഇപ്പോ അമലു. അല്ലെങ്കിലേ അതൊരു പൊട്ടിയാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ ഏട്ടൻ അറിയാലോ. ഇപ്പോഴും അപ്പന്റെ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ടാ അവള് നടക്കുന്നത്. ആ പെണ്ണിനാ പ്രേമം. നന്നായി കേൾക്കണ്ട അവള്. വയസ്സും പ്രായവുമൊക്കെ ഉണ്ടെന്നുള്ളത് അവളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ മാത്രമാ. പെണ്ണിന് 18 വയസ്സായെന്ന് ആരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അവര് ഇല്ലാത്ത കൈവച്ച് നമ്മളെ തല്ലും. അത്രയ്ക്ക് ഒരു പേടിച്ചു തൂറിയും പൊട്ടിയുവാ. ആരെങ്കിലും ഒന്ന് ശരിക്കും നോക്കിയാൽ പോലും അവിടെ നിന്ന് കരഞ്ഞു കളയും. അങ്ങനെയുള്ള അവളെ, അതും ഞാനൊന്ന് ശരിക്കും നോക്കിയാൽ പോലും പെണ്ണിന് ഭയമാണ്. ഏതൻ നെറുകയിൽ തട്ടി. ഇതിപ്പോ അവളുടെ അമ്മ പറയുന്നതിലും കഷ്ടമാണ്. എന്തൊക്കെയോ തലയിൽ കയറി കൂടിയിട്ട് അവര് കൊച്ചിനെ പെടാപ്പാടും പങ്കപ്പാടുമാണ് പെടുത്തുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവരെന്തോ വഴക്ക് പറഞ്ഞതിനും തല്ലിയതിനുമാണ് അവൾ ഇങ്ങനെ കരഞ്ഞിതൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ആകെ പ്രശ്നമായി നിൽക്കുന്ന കൊച്ചിനോട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുമ്പോൾ എനിക്ക് അവളോട് പ്രേമം. കഷ്ടുണ്ട് ഏട്ടാ. അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് ആരാ സൈക്കാട്രിയിൽ ഇക്കണ്ട ബിരുദങ്ങളെല്ലാം തന്നത്? സത്യം പറയാലോ, അവരെ എങ്ങാനും ഞാൻ കാണണം, കല്ലെറിഞ്ഞ് ഓടിക്കും നിങ്ങൾക്ക് ഇതൊക്കെ തന്നതിന്. ഒരു വാക്കുപോലും വസുവിനെ കൊണ്ട് പറയിക്കാൻ സമ്മതിക്കാതെ സ്വന്തം കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ ചറ പറന്ന് കയറി പറയുന്നവനെ ഒരു പുഞ്ചിരിയോടെയാണ് വസു നോക്കിയിരുന്നത്. ഞാൻ ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നോ? ഏതിന് പിന്നെയും ദേഷ്യം വന്നു. ഇത്രയൊക്കെ പറയാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ യദു? എല്ലാം അറിഞ്ഞിട്ടും മനസ്സിലായിട്ടും ഒന്നും അറിയാത്തവനെ പോലെ അവനൊപ്പം നിന്നുകൊണ്ട് വസു ചോദിച്ചു. ഒന്നും പറയരുത്. അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞത്. ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് ഏതൻ അവനെ ഒരിക്കൽ കൂടി നോക്കി. ഓ ശരി, സമ്മതിച്ചു. എല്ലാം ഞാൻ സമ്മതിച്ചു. അല്ല, ഇനി എന്തെങ്കിലും ഞാൻ സമ്മതിക്കേണ്ടതായിട്ടുണ്ടോ? കൈ കൂപ്പിക്കൊണ്ട് വസു ചിരിയോടെ തന്നെയാണ് ചോദിച്ചത്. ഒരു വട്ടം കൂടി ഞാൻ ഏട്ടനോട് പറയാ, ഇനി മേലാൽ ഈ ജാതി വേണ്ടാതീനമൊന്നും ഏട്ടൻ പറയരുത്. എന്നോട് പറഞ്ഞതോ പറഞ്ഞു. ഇതിപ്പോ അവളെങ്ങാനും കേട്ടിരുന്നെങ്കിലോ? പെണ്ണ് കരയില്ലേ?
കരഞ്ഞാൽ അവൾക്ക് വയ്യാതാവില്ലേ? ഇതൊന്നും ഏട്ടൻ ഓർക്കരുത്. ചുമ്മാ ഓരോന്നിരുന്ന് ഗണിച്ചു കൂട്ടിക്കോളും. നിർത്താതെ പിന്നെയും പിന്നെയും അവൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഒക്കെ കേട്ടുകൊണ്ടിരുന്ന വസു ഒരു തവണ പോലും അവനെ തടഞ്ഞില്ല, തിരുത്തിയില്ല. അങ്ങനെ പിന്നെയും കുറെ ന്യായവാദങ്ങളൊക്കെ നിരത്തിയാണ് അവൻ ഫോൺ വെച്ചത്. കട്ടായ ഫോണിലേക്ക് നോക്കി വസു എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. ഉള്ളിന്റെ ഉള്ളിൽ നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഏതു. പക്ഷെ നിന്റെ തിരിച്ചറിവ് അത് നിന്നെ തുറന്ന് സമ്മതിപ്പിക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ടിരിക്കുക. പോട്ടെ, ഇനിയും കാലമുണ്ടല്ലോ. വിദ്യാർത്ഥിയെ പ്രണയിക്കുന്ന ആദ്യത്തെ അധ്യാപകനൊന്നുമല്ല നീ. പക്ഷെ അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിയെ പ്രണയിക്കരുത് എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ട്. അതെന്ന് നിന്റെ മനസ്സിൽ നിന്നും മാറുന്നു അന്ന് വരെ നീ നിന്റെ സ്നേഹത്തെ കരുതലാണെന്നും കടപ്പാടാണെന്നും ഒക്കെ പറഞ്ഞ് സ്വയം പറ്റിക്കും. ഈ നേരം വസുവിന്റെ ഫോൺ വെച്ചിട്ടും ആമ്പലിന്റെ കാര്യമോർത്ത് ടെൻഷനിൽ കിടക്കുകയായിരുന്നു യദു. വീട്ടിൽ അവള് ചെന്നിട്ട് എന്തായോ ആവോ. പുതിയ വഴക്കുമായിട്ടൊന്നും ചെല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഒന്നാമത് അവൾക്ക് വയ്യ. ഇനി അവിടെ ചെന്നിട്ട് കിടന്നവൻ മനസമാധാനമില്ലാതെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. എന്നാൽ ഈ നേരം ഗുളികയുടെ ആലസ്യത്തിൽ മറ്റെല്ലാം മറന്നുറങ്ങുകയായിരുന്നു ആമ്പൽ. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാര്, കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അടുത്ത ഭാഗം ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.